ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ ബോട്ടിൽ വേണം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടിഷ്യൂ പേപ്പേഴ്സ് ആണ്. 1-2 ടിഷ്യൂ പേപ്പേഴ്സ് മതിയാകും. നമ്മുടെ ബോട്ടിൽ മുഴുവൻ കവർ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഫെവിക്കോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ബോട്ടിലിൽ ജസ്റ്റ് വെച്ച ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ദ്രാവകത്തിൽ മുക്കിയിട്ട് ടിഷ്യൂ പേപ്പറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ടിഷ്യൂ പേപ്പർ കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളെ ബോട്ടിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകാൻ വെക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് ആക്രിലിക് പെയിന്റ് ആണ്. ഡ്രൈ ആയി വെച്ചിട്ടുള്ള നമ്മുടെ ബോട്ടിലിൽ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ബോട്ടിലിന്റെ എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്ലേ ആണ്. എൻ്റെ കയ്യിൽ ഫെവിക്രലിന്റെ മൗൾഡ് ക്ലേ ആണുള്ളത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പൗഡറാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന പൗഡർ മതി. ക്ലേ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലും നമ്മൾ എവിടെ വെച്ചിട്ടാണോ ക്ലേ യൂസ് ചെയ്യുന്നത് അവിടെയും പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 2 പാക്കറ്റ് നമുക്ക് നമ്മുടെ ക്ലേയുടെ ബോക്സിൽ കാണാൻ സാധിക്കും. ഇത് രണ്ടും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഈ കവറിൽ തന്നെ നന്നായിട്ട് കവർ ചെയ്തെടുത്ത് വെക്കണം, കാരണം എയർ കയറി കഴിഞ്ഞാൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എവിടെയാണോ നമ്മൾ ക്ലേ വെച്ച് അപ്ലൈ ചെയ്യുന്നത് അവിടെ കുറച്ചുകൂടെ പൗഡർ എടുത്ത് അപ്ലൈ ചെയ്ത ശേഷം ഒരു ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലേ മിക്സ് ചെയ്ത് വെച്ച ക്ലേ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇതുപോലെ കുക്കീസ് കട്ടർ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഈ കുക്കീസ് കട്ടറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫ്ലവറിൻ്റെ പിൻവശത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ബോട്ടിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സെൻറ്റർ പാർട്ട് മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഫ്ലവറിൻ്റെ ഓരോ ഇതളും ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി കൊടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് ഇനി പറ്റിയിട്ടില്ലെങ്കിൽ കത്രിക യൂസ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ ഇതളുകൾ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ബോട്ടിലിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കായിട്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഈ ഒരു സ്ക്വയറിലുള്ള ഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം. കത്രിക ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ച ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇതളുകൾ നമ്മൾ നിവർത്തി കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ വശത്തായിട്ട് ഒരു ക്യാപ്പ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലേ നന്നായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ചുരുട്ടിയെടുത്ത ശേഷം വണ്ണം കൂടിയിട്ടുള്ള 2 നൂലുകൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് 2 നൂലും കൂടെ
പിരിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ നൂല് ചുറ്റി കൊടുക്കണം. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സിന് കളർ ചെയ്ത് കൊടുക്കണം. ഓരോ ഫ്ലവേഴ്സിനും വ്യത്യസ്ത രീതിയിലുള്ള കളർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു ഐഡിയക്ക് ചെയ്യാം, ഒരേ കളർ കൊടുക്കാം, വ്യത്യസ്ത കളർ കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ ആക്രിലിക് കളേഴ്സും എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഫ്ലവേഴ്സിനും കളർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഫ്ലവേഴ്സിനും കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കളർ ചെയ്യുന്ന വീഡിയോയുടെ പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, വീഡിയോ നല്ല ലോങ് ആയതുകൊണ്ടാണ്. ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ ക്യാപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റിൽ സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ വൈറ്റ് പാർട്ടിൽ മജന്ത കളർ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ബോട്ടിലിൻ്റെ ഏറ്റവും എഡ്ജ് ഭാഗത്ത് ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ടും നമ്മൾ മജന്ത കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുഞ്ഞു ബീഡ്സ് ആണ്. ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻട്രൽ പാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. ഇതില്ലെങ്കിൽ ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ സെൻട്രൽ പാർട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മുഴുവൻ ഫ്ലവേഴ്സിലും ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ബോട്ടിലെ മുഴുവൻ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.